നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ കേട്ടറിഞ്ഞു എന്ന് പറഞ്ഞ എന്റെ ഒരു പാസ്റ്റ് ടെൻസ് ഇല്ലേ, ആ പാസ്റ്റിൽ എനിക്ക് വേറൊരു മേലങ്കൂട്ടായിരുന്നു. ഞാനതെടുത്ത് വീണ്ടും അണിഞ്ഞ നോക്കിലോ വാക്കിലോ നിനക്കെന്റെ മുന്നിൽ വരാനോ നിൽക്കാനോ കഴിയില്ല. എന്നെ കൊണ്ടത് അണിയാൻ വല്ലാതെ പ്രേരിപ്പിക്കരുത്. അത് നിനക്കെന്നല്ല, ആർക്കും നല്ലതാവില്ല. മോനെ രവി, അമ്മ എങ്ങോട്ടാ? അമ്മ പ്രസവിച്ച് വളർത്തിയ മകൻ ഇവിടെയുണ്ട്. ഇപ്പൊ പോയത് മരുമകനാ. അങ്ങനെ എന്തെങ്കിലും ഒരു സെന്റിമെന്റ്സ് തോന്നിയാ എന്നോട് മാത്രം. നിർത്തടാ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി കണ്ണു നിറഞ്ഞ് മനമുരുകി പോയതാ എന്റെ മോൻ. പ്രസവിച്ച നിന്നേക്കാളും എനിക്ക് സ്നേഹവും വാത്സല്യമുള്ള എന്റെ മോൻ. നിന്നേക്കാളും കൂടുതലായി അവനത് എനിക്ക് തിരിച്ചു തന്നിട്ടുമുണ്ട്. മനസ്സിൽ ഇത്രയും വിഷം നിറച്ചാണ് നീ അവനെ ചേട്ടായിന്ന് വിളിച്ചോണ്ടിരുന്നത് അല്ലേ? ശ്രീലക്ഷ്മിയെ ഏട്ടത്തി അമ്മ എന്ന് അർത്ഥം അറിയാതെയാണോ നീ വിളിച്ചോണ്ടിരുന്നത്? തുടങ്ങി. ശ്രീലക്ഷ്മി നിലവിളക്കും ബാക്കിയുള്ളവരൊക്കെ ഈയാൻ പാറ്റകളും എന്നുള്ള മദറിലോയുടെ തിയറി ഇതുവരെ കളയാറായില്ലേ? ഞാൻ സംസാരിക്കുന്നത് എന്റെ മോനോടാണ്, കേൾക്കേണ്ടതും അവനാണ്. അതിനിടയ്ക്ക് നിന്റെ സംസാരം വേണ്ട. നേരത്തെ നിന്റെ നേരെ ഞാൻ ഉയർത്തിയ കൈയുണ്ടല്ലോ, ഇനി അവൻ അത് തടഞ്ഞാൽ ആദ്യത്തെ അടി കിട്ടുന്നത് എന്റെ ഇളയ മോനായിരിക്കും. അതുകൊണ്ട് മിണ്ടാതെ നിന്നോളണം. ഇതുവരെ കാണാത്ത ഒരു സഹോദരി ഉണ്ടെന്നറിഞ്ഞപ്പോ തന്നെ നിനക്ക് സ്നേഹം അങ്ങ് കൂടിപ്പോയി. ഇതുവരെ കൂടെ നിന്നവരെ ഒക്കെ അങ്ങ് മറന്നു. കണ്ണും മനസ്സും കലങ്ങി അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നത്. രാഗസുധയുടെ കാര്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചതാണ് അവൻ ചെയ്ത കുറ്റമെങ്കിൽ ആ കുറ്റം അവനെ കൊണ്ട് ചെയ്യിച്ചത് ഞാനാ. ഞാനാ പറഞ്ഞത് നിന്നെ ഒരിക്കലും ആ കാര്യം അറിയിക്കരുതെന്ന്. അപ്പോ ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറക്കി വിടേണ്ടതും പോകേണ്ടതും ഞാനാ, അവനല്ല. നിന്റെ ഭാര്യ ഇന്നാള് പറയുന്നത് കേട്ടു, സ്വന്തം ഭർത്താവിന്റെ തഴയപ്പെട്ട രണ്ടാം ഭാര്യയെന്ന്. അതുകൊണ്ടാണ് രാഗസുധയെ പറഞ്ഞു വിട്ടതെന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങള്. ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയപ്പോ മുതൽ അവൾക്കാണ് എല്ലാത്തിനും ആധിപത്യമെന്ന് സ്ഥാപിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. അവളെ ഈ വീട്ടിൽ തുടരാൻ അനുവദിച്ചിരുന്നെങ്കിൽ നീ നേരത്തെ പറഞ്ഞില്ലേ സമ്പത്തിനു വേണ്ടി രവി കഴുത്തറക്കുമായിരുന്നു എന്ന്. ആ കർമ്മം രവിയല്ല, രാഗസുധ ചെയ്യുമായിരുന്നു. അത് തടഞ്ഞവനാ രവി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.